കേരളത്തിന്റെ മൊത്തം കടം 4.82 ലക്ഷം കോടി രൂപയാണ്. ബജറ്റ് ഇതര വായ്പകൾ ഉൾപ്പെടെയുള്ള കടമാണിതെന്ന് ഓർക്കണം. ഇത് സാധാരണക്കാർക്ക് സങ്കല്പിക്കാൻ പോലും ബുദ്ധിമുട്ടുള്ള തുകയാണ്. അതായത് 2026 മാർച്ച് വരെയുള്ള കണക്ക് ഞങ്ങളൊന്ന് എടുത്തു നോക്കിയപ്പോഴാണ് ഈ കടബാധ്യത നമുക്ക് ഇത്രയുമുണ്ടെന്ന് ബോധ്യപ്പെട്ടത്. അപ്പോൾ പ്രേക്ഷകർ കുറിച്ചു വെച്ചോളൂ, ഞാനും നിങ്ങളും അടങ്ങുന്ന മലയാളിയുടെ കടം 4.82 ലക്ഷം കോടിയാണ്. നമ്മുടെ ധവളപത്രം ഇതാ തുടങ്ങാൻ പോവുകയാണ്. ഇനി കേരളത്തിലെ ധനക്കമ്മി എത്രയാണെന്ന് പരിശോധിക്കാം. അതിനു മുൻപ് ധനക്കമ്മി എന്താണെന്ന് ആർക്കെങ്കിലും അറിയാത്തതുണ്ടെങ്കിൽ അതുകൂടി പറഞ്ഞുതരാം. സർക്കാരിന് ഒരു വർഷം കിട്ടുന്ന വരുമാനത്തെക്കാൾ കൂടുതൽ ചെലവ് വരുമ്പോൾ ഉണ്ടാകുന്ന കുറവ്, അതിനെയാണ് ധനക്കമ്മി എന്ന് വിളിക്കുന്നത്. ഈ കുറവ് നികത്താനാണ് കടം വാങ്ങേണ്ടി വരിക. അതായത് നമുക്കും ഇപ്പോൾ മാസാവസാനം ആകുമ്പോഴേക്കും നമ്മുടെ പോക്കറ്റിൽ കാശില്ലാതെ വന്നാൽ നമ്മൾ ഉള്ളവരുടെ കയ്യിൽ നിന്ന് കടം വാങ്ങും. അതുപോലെ സർക്കാർ കടം വാങ്ങേണ്ടി വരുമ്പോഴാണ് ഈ ധനക്കമ്മി വരുന്നത്. മാസം 10,000 രൂപ ശമ്പളം കിട്ടുന്ന ഒരാൾ 13,000 രൂപ ചെലവാക്കിയാൽ 3,000 രൂപ കുറവുണ്ട്. ആ പണമാണ് അയാളുടെ കമ്മി. അത് കടം വാങ്ങിയോ പണയം വെച്ചോ എങ്ങനെയെങ്കിലും ഒക്കെ കണ്ടെത്തണം. അതുപോലെയാണ് സർക്കാരിന് മുന്നിലും ഈ കമ്മി വരുമ്പോൾ സർക്കാർ ചെയ്യുന്നത്. ഇനി 2025-26 വർഷത്തെ നമ്മുടെ ധനക്കമ്മി എത്രയാണെന്ന് നോക്കുക. തുക ഇതാ പ്രേക്ഷകർക്ക് കാണാം. അതും ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോളൂ. 45,039 കോടി രൂപയാണ് നമ്മുടെ ധനക്കമ്മി. സംസ്ഥാനത്തിന്റെ മൊത്തം ആഭ്യന്തര ഉൽപാദനം അഥവാ GSDP, ഈ ടേമും കേട്ടിട്ടുണ്ടാവുമല്ലോ, ധനമന്ത്രിമാരൊക്കെ ഇടയ്ക്കിടയ്ക്ക് പ്രയോഗിക്കാറുള്ളതാണ്. അപ്പോൾ ആഭ്യന്തര ഉൽപാദനത്തിന്റെ എത്ര ശതമാനം വരും ഇതെന്നറിയാവോ? 3.2% നമ്മളിപ്പോൾ കാണുന്ന ഈ 45,039 കോടി രൂപ എന്ന് പറയുന്നത്. ഇപ്പോൾ ധനക്കമ്മിയെക്കുറിച്ച് പറഞ്ഞു. ഇനി ഒരു കമ്മി കൂടിയുണ്ട്, റവന്യൂ കമ്മി. റവന്യൂ കമ്മിയും ഇതേ അവസ്ഥയിലൂടെ തന്നെയാണ് കടന്നു പോകുന്നത്. ശമ്പളം, പെൻഷൻ, വൈദ്യുതി ബിൽ, ഇങ്ങനെ ദൈനംദിന ചെലവുകൾക്ക് വരുമാനം തികയാത്ത അവസ്ഥയാണ് റവന്യൂ കമ്മി എന്ന് പറയുന്നത്. ഇത് കുറച്ച് കൂടുതൽ ഗൗരവമുള്ളതാണ്. കാരണം നമ്മൾ കടം വാങ്ങുന്നത് റോഡ്, കെട്ടിടം, ഇതൊക്കെ പോലെ എല്ലാ കാലത്തേക്കുമുള്ള എന്തെങ്കിലും ഉണ്ടാക്കാനല്ല, അന്നന്നത്തെ ചെലവിനാണ്. അതായത് ചെലവ് ചെയ്യും, തീരും. അപ്പോൾ ഈ വർഷത്തെ കേരളത്തിന്റെ ധനക്കമ്മി എത്രയാണെന്നുള്ളത് ഡിസ്പ്ലേയിൽ പ്രേക്ഷകർ കാണുന്നുണ്ടല്ലോ. മൂന്നാമത്തെ തുക ഇതും ഒന്ന് എഴുതി വെച്ചോളൂ. 27,125 കോടിയാണ് നമ്മുടെ ധനക്കമ്മി. നേരത്തെ പറഞ്ഞത് അതിൽ നിന്ന് ധനക്കമ്മിയിലേക്ക് വരുമ്പോൾ 27,125 കോടിയായി മാറിയിട്ടുണ്ട്. GSDPയുടെ 3 ആയിരുന്നു ആ ശതമാനം. 3% മുകളിലായിരുന്നെങ്കിൽ ഇത് 2% താഴെയാണ് നിൽക്കുന്നത്, 1.9%. റവന്യൂ കമ്മി GSDPയുടെ 2% കടന്നാൽ, അതായത് നമ്മൾ ആ മാർജിൻ, ആ ഒരു ബ്രിമ്മിലാണ് നിൽക്കുന്നത് കേട്ടോ. കുറച്ചപ്പുറത്തോട്ട് മാറിക്കഴിഞ്ഞാൽ അപകടമാണ്. GSDPയുടെ 2% ക്രോസ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അപകടകരമായ സ്ഥിതിയിലേക്ക് സംസ്ഥാനത്തെ കൊണ്ടുപോകും. ഇപ്പോൾ 10 കൊല്ലം കഴിഞ്ഞാണ് ഈ ധവളപത്രം വരുന്നത്. 5 കൊല്ലം വീതം മാറി മാറി ഭരിക്കുന്ന പതിവൊക്കെ മാറിയത് LDF സർക്കാരിന്റെ കാലത്താണ്. 1-ാം പിണറായി വിജയൻ സർക്കാരും 2-ാം പിണറായി വിജയൻ സർക്കാരും രണ്ടും കൂടി ചേർക്കുമ്പോൾ 5-5-10. അപ്പോൾ കഴിഞ്ഞ 10 വർഷത്തെ LDF ഭരണകാലത്തെ കടബാധ്യതകൾ, സാമ്പത്തിക പ്രതിസന്ധിയുടെ കാരണങ്ങൾ, കേന്ദ്രവും സംസ്ഥാനവും തമ്മിലുണ്ടായിട്ടുള്ള സാമ്പത്തിക തർക്കങ്ങൾ, ക്ഷേമ പെൻഷൻ ബാധ്യതകൾ, കിഫ്ബി വഴിയുള്ള ബജറ്റ് ഇതര സാധ്യതകൾ, അതോടൊപ്പം തന്നെ VD സതീശൻ സർക്കാർ, പുതിയ സർക്കാർ ആദ്യ 100 ദിവസങ്ങളിൽ എടുക്കേണ്ട നിർണായകമായ തീരുമാനങ്ങൾ, ഇവയെ ഉൾക്കൊള്ളുന്ന സമഗ്രവും നിഷ്പക്ഷവുമായ ഒരു സാമ്പത്തിക വിശകലനത്തിലേക്കാണ് ബിഗ് TV ഇനി കടക്കുന്നത്.